ഇതേപോലെ ഒരു ഇമേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വരുന്ന ഇമേജ് കണ്ടോ? ഈ രീതിയിലായിരിക്കും അത് റെൻഡർ ചെയ്ത് വരുന്നത്. ഇതിങ്ങനെ ചെയ്യാനായിട്ട് ആകെ 1 മിനിറ്റ് താഴെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ എന്താണോ നിങ്ങൾ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന ഡിസൈൻ ചെയ്യുന്ന ആളാന്ന് വിചാരിച്ചു. ക്ലയന്റ് ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങളൊരു ഹാൻഡ് സ്കെച്ച് നിങ്ങൾ വരയ്ക്കാൻ വിചാരിച്ചു. ആ ഒരു ഹാൻഡ് സ്കെച്ച് കണ്ടു കഴിഞ്ഞാൽ ക്ലയന്റ് ചിലപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കത്തില്ല. അതേ സമയത്തേക്ക് നമ്മൾ ഈ ഒരു എ ടൂളിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും ബെറ്റർ റിസൾട്ട് ആയിട്ട് വരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാണ് ഇതേപോലത്തെ ടൂള്. റെൻഡർ ചെയ്യാനായിട്ട് ആകെ 1 മിനിറ്റ് താഴെ എടുക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഹാൻഡ് സ്കെച്ച് വെച്ചിട്ട് നമ്മുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും സ്കെച്ചിന്റെ കൺസെപ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പേനയും പേപ്പറും വെച്ചിട്ട് ഒന്ന് വരച്ചിട്ട് നിങ്ങൾ ഈ ടൂളിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുവരും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് ഈ 24 ടൂളുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂളാണ്. ഈ ടൂൾ ഒന്ന് കണ്ടു നോക്കാം. ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കും എഞ്ചിനീയറും കാര്യങ്ങളൊക്കെ വരയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കൺസെപ്റ്റ് അനുസരിച്ച്. ജസ്റ്റ് പേന കൊണ്ട് കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നതായിരിക്കും. ആ സാധനം കണ്ടോ? അത് റിയലിസ്റ്റിക് ആയിട്ട് വരുന്നത് കണ്ടോ? ഇതേപോലെ ഒരു ഇമേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വരുന്ന ഇമേജ് കണ്ടോ? ഈ രീതിയിലായിരിക്കും അത് റെൻഡർ ചെയ്ത് വരുന്നത്. ഇതിങ്ങനെ ചെയ്യാനായിട്ട് ആകെ 1 മിനിറ്റ് താഴെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് ഇതേപോലത്തെ രീതിയിൽ സെറ്റ് ചെയ്ത് തരാനായിട്ട് ഈ ടൂളിന് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ ടൂള് മതി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സമയങ്ങൾ ഒത്തിരി ലാഭിക്കാനായിട്ട്. കാരണം നമ്മൾ ജസ്റ്റ് കൺസെപ്റ്റ് നമ്മൾ എന്താണെന്നുള്ളത് ഇതേപോലെ നമ്മൾ ഡ്രോയിങ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ ഇതിലേക്ക് കൊടുത്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് റെൻഡർ ചെയ്ത് ഈ ലെവലിലേക്ക് എത്തിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ടൂള് അല്ലേ? ചിലപ്പോൾ നിങ്ങൾ ബിൽഡിംഗ് പെർമിഷൻ എടുക്കാൻ നേരത്ത് ഒരു ഡ്രോയിങ് തരും. എലിവേഷൻ എന്ന് പറഞ്ഞു കണ്ടോ? ഇതേപോലത്തെ ഒരു ഡ്രോയിങ് ആയിരിക്കും കാണുന്നത്. പക്ഷെ ഇതേപോലത്തെ ഒരു ഡ്രോയിങ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3D മോഡലിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ജസ്റ്റ് ഈ ടൂളിലേക്ക് ഇട്ട് കൊടുത്ത് ഫോട്ടോ എടുത്തെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടോ? വരുന്നത് കണ്ടോ? നമ്മൾ ആ ഒരു ഇമേജ് കൊടുക്കുമ്പോഴത്തേക്കും അതിനനുസൃതമായിട്ട് വരുന്നത് കണ്ടോ? ഈ രീതിയിലേക്ക് ക്രമീകരിച്ച് വരും. കണ്ടോ? നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഫ്രണ്ട് എലിവേഷൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. അല്ല നമ്മൾ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതനുസരിച്ച് ഇതിലേക്ക് എക്സ്റ്റീരിയറിലൊക്കെ വരുന്ന രീതിയിലേക്കാണ്. ഇങ്ങനെ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഗാർഡനിങ്ങും എല്ലാ സാധനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് നമ്മുടെ ടൂള്. ഇതേപോലത്തെ നമുക്ക് എന്താണോ നമ്മുടെ ഹാൻഡ് സ്കെച്ച് ആണ് ഹാൻഡ് സ്കെച്ച് കൊടുക്കാം. ഇതേപോലത്തെ നമ്മുടെ 2D ആയിട്ടുള്ള നമ്മുടെ ഇതേപോലത്തെ ഡ്രോയിങ് കൊടുത്തു കഴിഞ്ഞാൽ അതും ഇതേപോലത്തെ റിയലിസ്റ്റിക് ആയിട്ട് വരാനായിട്ട് ഈ ഒരു ടൂളിനെ കൊണ്ട് സാധിക്കും. ശരിക്കും ഈ 24 ടൂളുകളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ടൂൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂളാണ്. ഈ ഒരു ടൂളിന്റെ വേറൊരു ഗുണം എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് മനസ്സിലുള്ള ഡിസൈനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതേപോലെ ജസ്റ്റ് വരച്ചിട്ട് നമുക്ക് റെൻഡർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പെട്ടെന്ന് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിലും കാര്യങ്ങളൊക്കെ വരച്ച് കൃത്യമാക്കി റെൻഡറും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അവർ വേണ്ടാന്ന് പറയുകയാണെങ്കിലോ എത്ര സമയം നമുക്ക് പോകും. ആ സമയം ഇതേപോലെ ജസ്റ്റ് ഹാൻഡ് സ്കെച്ച് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് റെൻഡർ ചെയ്ത് വരികയും ആ റെൻഡർ ചെയ്യുന്നതിനകത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലോർ പ്ലാനിലേക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഡിസൈനിലേക്ക് നമുക്ക് മാറ്റാനും സാധിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് ഇഷ്ടമല്ലാത്തത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് ക്ലയന്റ് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ റെൻഡറിങ്ങിന്റെ ഏറ്റവും വലിയ എളുപ്പം. നിങ്ങൾ സ്കെച്ചപ്പിലോ റിവിറ്റിലോ ഒക്കെ ഇരുന്ന് മണിക്കൂറുകൾ എടുത്ത് ചെയ്യുന്നതിന് പകരമായിട്ട് ജസ്റ്റ് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ഇതേപോലെ റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അതിനകത്ത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്ക് ഫൈനലാക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ക്ലയന്റുമായിട്ട് മീറ്റിംഗിന്റെ ടൈമിനകത്ത് ക്ലയന്റ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതേപോലെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ഒരു ടൂളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതേപോലെ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ ക്ലയന്റിനെ നമുക്ക് ഇംപ്രസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഈ ടൂളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നിങ്ങൾ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ഈ വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഈ ടൂൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതുപോലത്തെ 24 ടൂളുകളുള്ളതാണ് നമ്മുടെ ക്ലാസ്. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസ് ആണ്. എല്ലാ ടൂളുകളും എങ്ങനെയാണെന്നുള്ള ഡെമോൺസ്ട്രേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മലയാളത്തിലുള്ള നോട്ടുകൾ ഉണ്ടാവും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് വെറും 450 രൂപയ്ക്ക് ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 7 ദിവസം ഫ്രീ ട്രയലിൽ ഈ എല്ലാ ടൂളുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇപ്പൊ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ക്ലാസ് നേരിട്ട് കാണാം. താങ്ക് യു.